ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഓണത്തിൻ്റെ 4ാം ദിവസം. ഇന്ന് നമുക്ക് അരി കൊണ്ട് എളുപ്പത്തിനൊരു കട്ട പായസം ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് അരി, 3 പീസ് ശർക്കര, 1/2 കപ്പ് തേങ്ങ, കുറച്ച് നെയ്യ്. ആദ്യം നമുക്ക് അരി നല്ലപോലെ കഴുകി അതിനെ വേവിക്കാൻ വയ്ക്കണം. കുക്കറിൽ ഒരു 3 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ വരെ അടുപ്പിച്ച് അരി വേവിക്കാം. അരി വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. ഉരുക്കി അരിച്ചു മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് നെയ്യ് എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ 1/2 കപ്പ് തേങ്ങ നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക. അരി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ശർക്കര ഉരുക്കി വച്ചത് അതിലേക്ക് ഒഴിക്കാം. അരിയുടെ വെള്ളവും വറ്റണം. ശർക്കരയുടെ മധുരം നന്നായിട്ട് ചോറുമായിട്ട് യോജിക്കണം. അതിനുശേഷം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിൻ്റെ കൂടെ ഈ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും ഇട്ട് നന്നായിട്ട് ഇളക്കുക. അത് ഇളക്കി വെള്ളം വറ്റി നന്നായിട്ട് ശർക്കരയുടെ മധുരവും നെയ്യിൻ്റെ ഫ്ലേവറും ഈ വറുത്തി വച്ചിരിക്കുന്ന തേങ്ങയുടെ ഫ്ലേവറും ഈ പായസത്തിലേക്ക് ഇറങ്ങും. അതുവരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. നമ്മളിവിടെ നോൺ സ്റ്റിക്ക് പാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ്സ് ഇളക്കുക. അപ്പോൾ പായസം റെഡിയാവും. ഇതിലേക്ക് നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. ചുക്ക്, ജീരകം, ഏലക്ക, കശുവണ്ടി ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു പായസമാണ്. എന്നാൽ നല്ല ഫ്ലേവറും നല്ല ഡിലീഷ്യസുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.